ഹലോ, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ദേ ഞാൻ എൻ്റെ ഇന്നത്തെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും കണ്ടിട്ടൊന്നും വിചാരിക്കണ്ട കേട്ടോ. ഇന്ന് മൊത്തം സെറ്റപ്പ് ഒക്കെ ചേഞ്ച് ആണ്. ഞാനൊരു ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാമെന്ന് വിചാരിച്ചു. ഒരു വ്ളോഗ് ചെയ്യാനാണ് വിചാരിച്ചിട്ടുള്ളത്. ഉണ്ണിക്ക് സാധനങ്ങൾ മേടിക്കാനായിട്ട് പോവാൻ കേട്ടോ. ഒരുവിധമൊക്കെ അവനെ കൊണ്ടുപോകാനുള്ളതൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സാധനങ്ങളൂടെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അത് വാങ്ങിക്കാനായിട്ട് പോവാം. എവിടെ പോകേണ്ടതെന്ന് തീരുമാനിച്ചിട്ടില്ല കേട്ടോ. രണ്ട് മൂന്ന് ഓപ്ഷൻ മനസ്സിലുണ്ട്. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടായിരിക്കും ചിലപ്പോൾ ഫൈനൽ തീരുമാനം എടുക്കുക. അപ്പം എന്തായാലും ആദ്യം തന്നെ ഗെറ്റ് റെഡി വിത്ത് മീ എടുത്തിട്ട് അങ്ങനെ നമുക്ക് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതി. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് കേട്ടോ. എനിക്ക് എൻ്റെ എന്താ പറയുക, റൂമൊന്ന് ചെറുതായിട്ട് ഞാൻ ചേഞ്ച് ചെയ്തു. എൻ്റെ ടേബിൾ ഇട്ടിരുന്ന സ്ഥലമായിരുന്നു ഇത് കേട്ടോ. ഞാൻ ജനാലിൻ്റെ നേരെ അടുത്തായിരുന്നു ടേബിൾ ഇട്ടിരുന്നത്. അപ്പം ഞാൻ ടേബിൾ മാറ്റി എൻ്റെ മേക്കപ്പ് സാധനങ്ങളൊക്കെ വെക്കുന്നത് എടുത്തിട്ട് ഇവിടേക്ക് വെച്ചു. എന്നിട്ട് പിന്നെ ടേബിൾ എടുത്ത് അങ്ങോട്ട് മാറ്റി. അപ്പം എനിക്ക് ഇവിടെ നിന്നിട്ട് തന്നെ എന്താ ഡ്രസ്സ് ചെയ്യാം, മേക്കപ്പ് ചെയ്യാം. അപ്പം അധികം സംസാരിച്ച് കൊളാക്കണില്ല കേട്ടോ. ഞാൻ സംസാരിക്കാൻ വന്നു കഴിഞ്ഞാൽ ആക്ഷൻസും കാര്യങ്ങളൊക്കെ കൂടും. അപ്പം എനിക്ക് കംപ്ലൈൻറ്റ് വരും. എനിക്ക് അറിയില്ല, എനിക്ക് ക്യാമറയുടെ മുമ്പിൽ നിന്നിട്ട് വോയിസ് ഓവർ കൊടുത്തിട്ട് കൂടുതൽ ശീലം. അപ്പം അതുകൊണ്ട് ഞാൻ സംസാരിക്കുമ്പോൾ കൈയൊന്നും ഒതുങ്ങിയിരിക്കും, കൈ ഇങ്ങനെയൊക്കെ ആയി വരും. അപ്പം ചിലവർക്ക് അത് ഇഷ്ടപ്പെടില്ല. അപ്പം എന്താണ്, ഓരോന്നായിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. പുറത്ത് പോവല്ലേ, അപ്പം ഓരോന്നായിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. ആദ്യം ഞാൻ ഒരു നിയാസിനമൈഡ് സിറം എടുത്തിട്ട് അതൊന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഞാനൊരു 4 ദിവസം മുന്നേ എൻ്റെ മുടി വെട്ടി കേട്ടോ. ഇത്ര വെട്ടി ഞാൻ. ഒരു 2 കൊല്ലത്തിന് ശേഷം മുടി വെട്ടണമാണ്. അപ്പം അതേ മുടി കറക്റ്റ് മുടിക്ക് ഇപ്പം അതേ ഇത്ര നീളമുള്ളൂ കേട്ടോ. നല്ലോണം അങ്ങനെ ഷൂ പോലെ ഇവിടെ വെള്ളത്തിന് നമ്മൾ ഇപ്പൊ കുഴപ്പമില്ല, പക്ഷെ വേനൽക്കാലത്ത് വെള്ളത്തിന് കുറച്ച് പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ കുളിച്ചിട്ടാണോ എന്താ അറിയില്ല, എൻ്റെ മുടിയിൽ തുമ്പ് ഭയങ്കര ചകിരി പോലെ ഉള്ളില്ലാണ്ട് അങ്ങനെയായി. അപ്പൊ ഞാൻ വിചാരിച്ചു വെട്ടിക്കളയാം, വൃത്തിയായിട്ട് കിടന്നോട്ടെ, ഉള്ളത് വൃത്തിയായിട്ട് കിടന്നോട്ടെ. അങ്ങനെ 2 കൊല്ലത്തിന് ശേഷം ഞാൻ മുടി വെട്ടി. എന്നാലും നീളം വെട്ടി കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ, അത്യാവശ്യം നീളം ഉണ്ടായിരുന്നു കേട്ടോ. വെട്ടി കളഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സങ്കടമായി പോയി. ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല, ഇത്ര കയറ്റി വെട്ടാന്ന് പ്രതീക്ഷിച്ചില്ല. കുഴപ്പമില്ല, മുടിയല്ലേ, നീളം വെക്കും. ഞാൻ മോയ്സ്ചറൈസറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഫോക്സ് ടെയിലിൻ്റെ പേൾ മോയ്സ്ചറൈസർ ആണ് കേട്ടോ. അടിപൊളി സാധനമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിട്ട് കൊടുക്കുന്നുണ്ട്. സൺസ്ക്രീൻ കൂടെ ഇടുന്നുണ്ട്. എൻ്റെ കുർത്ത ഞാൻ ആമസോണിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. ഒരു ഹോൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നല്ല ഭംഗിയുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഫ്ലോറൽ പ്രിൻ്റൊക്കെ ആയിട്ട്. അപ്പം ഇന്നത് ഇടാമെന്ന് വിചാരിച്ചു. കണ്ണിൻ്റെ അടിയിൽ ചെറിയൊരു ഡാർക്ക്നെസ് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ലോറിയലിൻ്റെ കൺസീലർ ആട്ടോ. ഞാൻ ഇത് തന്നെയാണ് വർഷങ്ങളായിട്ട് ഈ ഒരു കൺസീലർ ഈ ബ്രാൻഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് വേറെ ബ്രാൻഡുകൾ അത്ര ഇഷ്ടമല്ല. കൂടിയാണോ കൊടുത്തത്? ഞാൻ ഇന്നലെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. വീട്ടിൽ പോയപ്പോൾ ഉണ്ണി വെറുതെ അവൻ്റെ ഫോണിൽ ഇങ്ങനെ ഞങ്ങൾ സംസാരിക്കുന്ന വീഡിയോ ഇങ്ങനെ കുറേ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം എൻ്റെ അടുത്തപ്പോൾ ഞാനിങ്ങനെ സൈഡ് ചെരിഞ്ഞിട്ടായിരിക്കണം കേട്ടോ. അപ്പം എൻ്റെ കണ്ണിൻ്റെ അടിയിലൊക്കെ ഭയങ്കര ക്ഷീണം. അപ്പം ഈശ്വര, എന്താ എൻ്റെ കണ്ണിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ ക്ഷീണം. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ കൺസീലർ എടുത്ത് ഇടുന്നത് കേട്ടോ. സെറ്റ് ചെയ്യാനായിട്ട് ഞാനിത് ഈ ഒരു പൗഡറാണ് ഇടുന്നത് കേട്ടോ. ഇത് ഇൻസൈറ്റിൻ്റെ HD സെറ്റിംഗ് പൗഡർ. അപ്പം അതിട്ടിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൺസീലർ ഇട്ടതല്ലേ, അപ്പം അതുകൊണ്ട് ഇതന്നെ ഓവറാണ്. മാർസിൻ്റെ ഐബ്രോ പെൻസിലാണ്. അപ്പം അത് വെച്ചിട്ട് ഐബ്രോസ് ജസ്റ്റ് ഒന്ന് റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഞാൻ ഈ ചെയ്യണ വല്ലതും കാണുന്നുണ്ടോ? സാധാരണ നമ്മൾ ക്യാമറയുടെ നല്ല തൊട്ടടുത്ത് വന്നിട്ട് ഭയങ്കര സൂം ചെയ്തിട്ടല്ലേ നമ്മുടെ ഫേസ് ഇത്രയും ഭാഗം മാത്രമല്ലേ കാണിക്കുക. ഇതിപ്പോൾ ഇങ്ങനെ ലോങ് എന്നതുകൊണ്ട് ഞാൻ ചെയ്യുന്ന വല്ലതും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? പ്രോഡക്റ്റിൻ്റെ ലിങ്കെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാൻ, ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. എൻ്റെ ഐബ്രോസ് എടുത്തിട്ട് കുറച്ചായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വല്ലാണ്ട് പണിയാൻ നിൽക്കണില്ല. അപ്പം അത്യാവശ്യം എനിക്ക് ഇപ്പോൾ ഐബ്രോസ് ഉണ്ട്. അപ്പം അതുമ്പോൾ കൂടുതൽ നല്ല ഡാർക്ക് ആക്കണ്ടെന്ന് വെച്ചിട്ട് വെറുതെ ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് ഇട്ട് കൊടുക്കണേ ഉള്ളൂ. പിന്നെ ഞാൻ ലിപ് ബാം ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് തുടച്ച് കളഞ്ഞിട്ട് മാർസിൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക്കാണ്. ഇത് ഓഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡ്. അപ്പം അതാണ് ആ ലിപ്സ്റ്റിക്കാണ് ഇടുന്നത് കേട്ടോ. അതിന് മുന്നേ ഞാൻ ലിപ് ലൈനർ കൊണ്ടൊന്ന് വരച്ചു കൊടുക്കട്ടെ. 2 ലിപ് ലൈനർ ഉണ്ട്. ബ്രൗൺ എടുക്കാം,
ബ്രൗൺ എടുക്കുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയുള്ള ഒരു ഷെയ്ഡ് കിട്ടും. ഇങ്ങനെ അഴിച്ചിട്ട് പോകാൻ പറ്റുകയാണെങ്കിൽ എന്ത് രസമായിരുന്നു. പക്ഷെ വീട്ടിലെത്തുമ്പോഴത്തേനും ഇതെല്ലാം കൂടെ ഉരുണ്ട് പരണ്ട് കാറ്റടിച്ച് ഒരു കോലമായിട്ടുണ്ടാവും. ഞാൻ വിചാരിക്കാറുണ്ട് ഹെയർ ലൂസാക്കി ഇട്ടിട്ട് പുറത്ത് പോകുമ്പോൾ യാത്ര ചെയ്യണവരൊക്കെ എങ്ങനെയാ മുടി മെയിൻറ്റെയിൻ ചെയ്യണേന്ന്. കണ്ണിന് ഭയങ്കര ഒരു ഇറിറ്റേഷൻ ഉണ്ട്. അപ്പൊ ഞാൻ കണ്ണുമൊന്നും ചെയ്യാൻ നിൽക്കണില്ല കേട്ടോ. കണ്ണ് വെറുതെ എനിക്ക് ഇങ്ങനെ ചൊറിയാൻ വരുന്നുണ്ട്. ഇനി കൺസിലർ ഇട്ടുകൊണ്ടാണോ എന്താ അറിയില്ല, കുറേ ആയിട്ട് കൺസിലർ ഇടാറില്ല. അപ്പൊ ഞാൻ വേറെ മസ്കാര, ഐലൈനർ അതൊന്നും ഇടണില്ല. അപ്പൊ കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു, എന്നെ പോവാം. ആദ്യം പ്ലാനിൽ ഞാനും കുട്ടികളും മാത്രമായിരുന്നു വെച്ചാലും അതിൻ്റെ അകത്ത് നമുക്ക് പുതിയ രണ്ട് അതിഥികളും കൂടി ഉണ്ട് കേട്ടോ. തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, പൊന്നും കുട്ടിയും കൂടി നമ്മളുടെ പ്ലാനിലേക്ക് കയറി കേട്ടോ. അപ്പൊ ഞാൻ ഇവിടെ പെരുമ്പിലാവിലെ ഫോറം മാളിക്കാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പുതിയ മാള് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എന്തായാലും നമുക്ക് ഇങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. സാധാരണ ഇതുപോലെയുള്ള യാത്രകളിലൊക്കെ അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടാവാറുണ്ട്. ഇപ്പൊ അമ്മയ്ക്ക് കാലിന് വേദന കുറച്ച് കൂടുതലായതുകൊണ്ട് അമ്മ അങ്ങനത്തെ യാത്രകളൊക്കെ ഒന്ന് ഒഴിവാക്കിയിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ ഇവിടെ കൂടുതലും കുട്ടികളുടെ ഈ ഏരിയയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ ഷോപ്പുകൾ അധികം ഒന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ പൊന്നുന്റെ കുട്ടി അതിൻ്റെ അകത്ത് കളിക്കൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ 3D ഒക്കെ കണ്ടു. അങ്ങനെ കുറച്ചു നേരം അതിനകത്ത് സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ വീട്ടിലേക്ക് പോവാണ് ഉണ്ടായി കേട്ടോ. തമാശ എന്താന്ന് വെച്ചാൽ ഉണ്ണിക്ക് പാൻറ്റും ഷൂ ഒക്കെ മേടിക്കണം എന്ന് വെച്ചിട്ട് ഡ്രസ്സ് ചെയ്തിട്ടൊക്കെ ഇറങ്ങിയതാണ്. അവൻ എന്ത് ചെയ്ത് വെച്ചാല് ഈ പ്ലാൻ നേരെ തിരിച്ച് അവൻ അവന്റെ ഫ്രണ്ട്സിന്റെ കൂടെ പോയി അവൻ വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചു കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കറങ്ങിയിട്ട് നേരെ ഞങ്ങളുടെ വീട്ടിലേക്ക് കല്ലൂർമയ്ക്കാണ് പോയത് കേട്ടോ. അപ്പം അങ്ങനെയായിരുന്നു ഈ ദിവസം ഉണ്ടായത്. അപ്പം കുട്ടി വ്ളോഗാണ് കേട്ടോ. എനിക്ക് കൂടുതലൊന്നും എടുക്കാൻ പറ്റിയില്ല. ഞാൻ കുറച്ചുകൂടെയൊക്കെ എടുക്കാന്നൊക്കെ വിചാരിച്ചു വെച്ചെങ്കിലും ഒന്നും നടന്നില്ല. അപ്പം അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടു വെച്ചാൽ ലൈക്ക് കൊടുക്കാം. ടാറ്റാ.